ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഷെയ്ക്കാണ് ഉണ്ടാക്കുന്നത്. സപ്പോട്ട വെച്ചിട്ട് ചിക്കു വെച്ചിട്ട് ഷെയ്ക്കാണ്. അപ്പോൾ കുഞ്ഞൂസിനും മണിക്കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 6 ചിക്കുവാണ്. അപ്പോൾ 6 ചിക്കു അതുപോലെ പാല് പഞ്ചസാരയൊക്കെ വെച്ചിട്ടാണ് ഷെയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ പൾപ്പൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയിട്ടെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ പൾപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലൊരു ജ്യൂസിൻ്റെ ജാറിലോട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ ഒരു കൊട്ട പാല്, അതായത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കൊട്ട കട്ട പാലാണ് നമ്മൾ എടുത്ത് ഇതിലോട്ട് ഒഴിക്കുന്നത്. കട്ട പാല് ശരിക്കും പറഞ്ഞാൽ വേണം, പക്ഷെ ഇവിടെ താമസമില്ല കേട്ടോ. ഇവിടെ ഇത് കൊണ്ടുവന്നപ്പോഴേ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രക്ഷയില്ല, പാലിന് ഒരു റെസ്റ്റേ ഇല്ല. അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇത് കട്ടയായിട്ടുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ട പാല് വേണം എടുത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിതിൽ കുറച്ച് പൊഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ ആക്കി എടുക്കുകയാണ്. അപ്പം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ബൂസ്റ്റോ അല്ലെങ്കിൽ ഹോർലിക്സോ ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇത് മിക്സ് ആയതിനു ശേഷം മാത്രം നമ്മൾ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ലാസ്റ്റ് ജസ്റ്റ് ഒരു അടിക്കലിന് മാത്രം നമ്മൾ ബൂസ്റ്റും അല്ലെങ്കിൽ ബൂസ്റ്റ് ഇല്ലെങ്കിൽ ഹോർലിക്സ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റാണ്. ഇപ്പം ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ടയായിട്ടുണ്ട് കേട്ടോ, കുറച്ചൊക്കെ കട്ടയായിട്ടുണ്ട്. അപ്പം നല്ല കട്ട വേണം നമുക്ക് പാല്. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും അടിച്ചെടുക്കാം. അപ്പം ഞാനിതാ ഇതിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാൻ ലാസ്റ്റ് ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാൻ പറഞ്ഞിട്ടുള്ളൊരു അപ്പോൾ ഒരു 3-4 ബദാമും കൂടി വെള്ളത്തിലിട്ട് വെച്ച് തൊലി കളഞ്ഞത് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. അപ്പം നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സർവിങ് ഗ്ലാസ്സിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ചിക്കു ഷേക്ക് അടിപൊളിയായിട്ട്. പിന്നെ ഇത് ഐസ്ക്രീമിൻ്റെ ഒരു സ്കൂബാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് നിർബന്ധം മുകളിൽ ഐസ്ക്രീമും കൂടി അലങ്കരിക്കണമെന്ന്. അപ്പം നമുക്ക് അത് വെച്ചിട്ടും കൂടി കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വാനില സ്കൂബാണ് വാങ്ങാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വാനില ഐസ്ക്രീം വാങ്ങാൻ പറഞ്ഞിട്ട് കുഞ്ഞൂസ് കൊണ്ടുവന്നത് സ്ട്രോബെറി ആയിപ്പോയി കേട്ടോ. പിന്നെന്ത് ചെയ്യാനാ, അവർക്ക് കുടിക്കാനല്ലേ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കു ഷേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.